എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബിൽഡിംഗ് ടാക്സ് പെരക്കരം നമുക്കത് ഓൺലൈനായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് അടയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റുകൾക്ക് നമുക്ക് പേയ്മെന്റുകളൊന്നും തന്നെ ചെയ്യേണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒറ്റ വെബ്സൈറ്റിൽ തന്നെ ഈ 3 കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്കത് വേണ്ടി വരും. ആ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെരക്കരം അടയ്ക്കുന്നത്, ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായി നമ്മൾ ഗൂഗിളിൽ കയറി ഇവിടെ ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സ് കേരള എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി ടാക്സ് സഞ്ജയ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ പേയ്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വലതുവശത്ത് മുകളിൽ വന്നിരിക്കുന്ന അവിടെ ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഗ്രാമപഞ്ചായത്തോ അതിൽ ഏതാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോളം ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഗ്രാമപഞ്ചായത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഏതാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ട് അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ സെലക്ട് എന്നുള്ളതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ഇയർ കൊടുക്കുക. തൊട്ട് താഴെ വാർഡ് നമ്പർ, അതിൻ്റെ അപ്പുറം ഡോർ നമ്പർ, ആ 2 കാര്യങ്ങൾ മാത്രം കൊടുത്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ്സുകളൊന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. പേയ്മെൻറ്റ് ചെയ്യേണ്ടവർക്ക് താഴെ അവിടെ പേ എന്നുള്ളത് കാണും. അവിടെ നമുക്ക് UPI വഴിയോ കാർഡ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ തിരിച്ച് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഈ പഴയ പേജിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ തൊട്ട് താഴെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും ഇയർ സെലക്ട് ചെയ്യാം, 2013 തന്നെ കൊടുക്കുക. വീണ്ടും നമ്മൾ വാർഡ് നമ്പരും തൊട്ടപ്പുറം നമ്മുടെ വീട്ടു നമ്പരും കൊടുക്കുക. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം ഇവിടെ വരും. നമ്മുടെ പേരുള്ള ഭാഗത്ത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. എന്താ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ ഫുൾ വന്നിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും താഴെയുള്ള ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ പർപ്പസ് എന്നുള്ളത് കാണാം. ഈ പർപ്പസ് എന്നുള്ളത് നമുക്ക് എവിടത്തേക്കാവണം, ഏത് ആവശ്യത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഇവിടെ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാറിന് വേണ്ടിയിട്ടാണോ, റേഷൻ കാർഡിന് വേണ്ടിയിട്ടാണോ, ബാങ്കിന് വേണ്ടിയിട്ടാണോ, പഞ്ചായത്തിന് വേണ്ടിയിട്ടാണോ, എനിവേ എന്ത് കാര്യത്തിനായാലും അത് ഈ ഒരു പർപ്പസ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബാങ്ക് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ബാങ്ക് എന്നുള്ളത് കൊടുത്തിട്ട് ഏറ്റെന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ബാക്കിലേക്ക് പോകാം. നമുക്കിനി ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അത് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ഇയർ അവിടെ സെലക്ട് ചെയ്യുക, നമ്മുടെ വാർഡ് നമ്പർ അവിടെ കൊടുക്കുക, വീട്ടു നമ്പർ തൊട്ടപ്പുറം കൊടുക്കുക, സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പേര് വന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. താഴെയുള്ള ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു. ഇവിടെ നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താവശ്യത്തിനാണ് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ്, അതവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ 2 കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ടാക്സ് നമുക്കവിടെ പേയ്മെൻറ്റ് ചെയ്യാം. നമ്മുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഫ്രീ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റും ഈ 2 കാര്യങ്ങളും നമുക്ക് എങ്ങും പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് എന്ത് ആവശ്യത്തിനാണ് ആ ആവശ്യത്തിനായിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റും നമുക്ക് 1 രൂപ പോലും മുടക്കില്ലാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.